നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2026 ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും പെൻഷനും സാധാരണ തീയതിക്ക് മുൻപ് തന്നെ വിതരണം ചെയ്യാൻ കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുൻപ് ഒന്നിലധികം പെൻഷൻ ഗഡുക്കൾ ലഭിക്കുമോ എന്ന ചർച്ചകളും സജീവമാണ്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി ഓണത്തിന് മുൻപ് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് മുൻകൂർ ശമ്പളവും പെൻഷനും ലഭിക്കുക, ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്, എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓണാഘോഷം മുന്നിൽ കണ്ട് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 3 ധനമന്ത്രാലയത്തിന്റെ ചിലവ് വകുപ്പ് പുറത്തിറക്കിയ ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും 2026 ഓഗസ്റ്റ് 24 തന്നെ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം പിൻവലിച്ച് വിതരണം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണ ലഭിക്കുന്ന തീയതിക്ക് മുൻപേ ശമ്പളം ലഭിക്കുന്നതിനാൽ ഓണക്കാല ചിലവുകൾക്ക് കൈകാര്യം ചെയ്യാൻ ഇത് വളരെയധികം സഹായമാകും. സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ മാത്രമല്ല, കേരളത്തിലെ സേവനമനുഷ്ഠിക്കുന്ന കേന്ദ്ര സർക്കാർ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇതേ ആനുകൂല്യം ലഭിക്കും. അവരുടെ ഓഗസ്റ്റ് മാസത്തെ വേതനവും ഓഗസ്റ്റ് 24 തന്നെ വിതരണം ചെയ്യും. അതിനാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഈ മുൻകൂർ ശമ്പള വിതരണത്തിന്റെ ഭാഗമാകും. കേന്ദ്ര സർക്കാർ പെൻഷൻ വാങ്ങുന്നവർക്കും വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. കേരളത്തിൽ താമസിക്കുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ഓഗസ്റ്റ് 24 തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും പേ ആൻഡ് അക്കൗണ്ട് ഓഫീസുകൾക്കും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിനാൽ പെൻഷൻകാരും ഓണത്തിന് മുൻപ് തന്നെ അവരുടെ മാസവരുമാനം ലഭ്യമാകും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. പലരും ഇത് ഓണം ബോണസോ അധിക ശമ്പളമോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് അധിക തുകയല്ല, ഇത് വെറും മുൻകൂർ വിതരണം മാത്രമാണ്. അതായത് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കേണ്ട ശമ്പളമോ പെൻഷനോ സാധാരണ തീയതിക്ക് മുൻപ് നൽകുന്നതാണ്. ഇത് മാസാവസാനത്തിൽ അന്തിമ കണക്കുകൾ തയ്യാറാക്കിയ ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാർ നടത്തും. അതുകൊണ്ട് ഇത് അഡ്വാൻസ് റിലീസ് മാത്രമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഈ മുൻകൂർ വിതരണം ലഭിക്കുന്നത് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക്, കേന്ദ്ര സർക്കാർ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക്, കേരളത്തിൽ താമസിക്കുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക്, ഇവർക്കാണ് ഈ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ സംസ്ഥാന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കോ ബാധകമായ ഉത്തരവല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓണം കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഈ സമയത്ത് വീട്ടു ചെലവുകൾ, ഓണസദ്യ, പുതിയ വസ്ത്രങ്ങൾ, യാത്രകൾ, കുടുംബ സംഗമങ്ങൾ, മറ്റു ഉത്സവ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി വലിയ സാമ്പത്തിക ചിലവുണ്ടാവും. അതിനാലാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ മാസ വരുമാനം നേരത്തെ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനെ കുറിച്ച് സംസാരിക്കാം. 2026 ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 51 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ലോട്ടറി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കും ഓണക്കാലത്ത് പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരമിച്ച അംഗങ്ങൾക്ക് 3750 രൂപയുടെ ഉത്സവ അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും 8500 രൂപ ഉത്സവ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഇത് ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾക്ക് മാത്രം ബാധകമായ പ്രത്യേക ആനുകൂല്യമാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാർഷിക മസ്റ്ററിംഗ് അഥവാ ലൈഫ് സർട്ടിഫിക്കറ്റ് പരിശോധന. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക. പെൻഷൻ സ്റ്റാറ്റസും മസ്റ്ററിംഗ് വിവരങ്ങളും ഔദ്യോഗിക സേവന ക്ഷേമ പെൻഷൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി ഓണം അടുത്തു വരുന്നതിനാൽ ഓണത്തിന് മുൻപ് ഒന്നിലധികം ക്ഷേമ പെൻഷൻ ഗഡുക്കൾ വിതരണം ചെയ്യുമോ എന്ന പ്രതീക്ഷയാണ് ഗുണഭോക്താക്കൾക്കിടയിൽ ശക്തമായിരിക്കുന്നത്. ഇതുവരെ ഇത് സംബന്ധിച്ച അന്തിമ മന്ത്രിസഭാ തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ എത്ര ഗഡു, അതായത് 4000 രൂപ ഒരുമിച്ചാണോ ഇല്ല 2000 രൂപയാണോ വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത 4000 രൂപ വാർത്തകൾ വിശ്വസിക്കാതെ സർക്കാർ ഉത്തരവുകൾ മാത്രം വിശ്വസിക്കുക.
ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.